വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ അരിത്മെറ്റിക് ഓഫ് പാർട്സ്, ഭാഗക്കണക്കുകൾ. നമ്മൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ടുകളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കണേ കുഞ്ഞുങ്ങളെ, പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മാത്സ് മാത്രമല്ല, എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് കിടപ്പുണ്ട് കേട്ടോ. 5ൻ്റെയും 7ൻ്റെയും നമ്മൾ ആദ്യമേ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രാവശ്യം നമ്മൾ 6ഉം 8ഉം ആണ്. 9ൻ്റെയൊക്കെ മിക്കവാറും ഉള്ളതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കയറി കാണണേ കുഞ്ഞുങ്ങളെ. അപ്പം ഇപ്പം നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് തുടങ്ങുന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് പിന്നെയും പ്രശ്നമാവും കുഞ്ഞുങ്ങളെ, അതുകൊണ്ടൊന്നും വിചാരിക്കില്ലേ. ഉള്ള സൗണ്ടൊക്കെ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് ഓഫ് പാർട്സ് എന്നാണ്. പാർട്സ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ, ഭാഗങ്ങൾ അല്ലേ, ഭാഗക്കണക്കുകൾ എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇനി ആ ഭാഗം എന്ന് കേൾക്കുമ്പോഴേ എന്താണ് അതിനകത്തിൽ എന്താണ്, വരയ്ക്ക് മുകളിൽ തരുന്നതിനെ എന്താ കുഞ്ഞുങ്ങളെ, ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്നാണ്. നമുക്ക് ബേസ് എന്താണെന്ന് പഠിച്ചിട്ട് കണക്കിലോട്ട് കയറാം. എന്താ കുഞ്ഞുങ്ങളെ, ഈ വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ ന്യൂമറേറ്റർ, സ്പെല്ലിങ് പഠിക്കണേ, NUMERATOR ആണ് ന്യൂമറേറ്റർ. വരയ്ക്ക് താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ കേട്ടോ. ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അംശവും ഛേദവും. മലയാളം മീഡിയക്കാർക്ക് അംശവും ഛേദവും, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. നല്ലപോലെ അത് ഓക്കെയാണല്ലോ. കാരണം ഭാഗം എന്ന് കേൾക്കുമ്പോഴേ ഭാഗം അല്ലേ, 1/2 ഭാഗിക്കാനുള്ളതാണ് അല്ലേ, 10/20, 5/30 അല്ലേ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാഗം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ അതിൻ്റെ എന്തുവാണെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് കയറാം. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 എന്ന് തന്നെ ആവണമെന്നില്ല. ഇപ്പം ഞാൻ പറയാം 6/8 അല്ലേ. ഈ മുകളിൽ തരുന്നതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴെ തരുന്നതിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നും, അതായത് ഇത് അംശം എന്നും അംശം എന്നും ഇതിനെ ഛേദം എന്നുമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് ആദ്യം തൊട്ടേ അങ്ങ് പഠിക്കാൻ കുഞ്ഞുങ്ങൾ. ഏറ്റവും മുറി ഇച്ചിരിയും കേട്ടോണ്ട് നിങ്ങൾക്ക് ഇതെന്തോ അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബേസ് ഏത് കണക്കിൻ്റെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ബേസ് തന്നിട്ടേ ഞാൻ കണക്കിലോട്ട് കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ കിടക്കുന്ന ഡിനോമിനേറ്ററും. ഓക്കെ ആണല്ലോ? ഈ നമ്മൾ ഈ 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 1/2 എന്ന് വെച്ചാൽ എന്താ, ഹാഫ് അല്ലേ, അര എന്നല്ലേ നമ്മൾ പറഞ്ഞ, അര ഭാഗം എന്നൊക്കെ, ഹാഫ് കേട്ടോ, അര. മലയാളം മീഡിയക്കാർക്ക് അരയെന്നും ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഹാഫ് എന്നോ നിങ്ങളെ പറയുന്നത്. അതൊക്കെയാണ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് അല്ലെങ്കിൽ അര. അങ്ങനെയാണെങ്കിൽ 1/4 എന്ന് വെച്ചാലോ, 1/4, 4ൽ 1 അല്ലേ, 2ൽ 1. മലയാളം മീഡിയക്കാർ അങ്ങനെ പറയുന്നത് അല്ലേ, 2ൽ 1, 4ൽ 1. ഇംഗ്ലീഷ് മീഡിയം 1/4 എന്താ, ക്വാർട്ടർ എന്നാണ് കേട്ടോ. ഇത് ഓരോന്നും പഠിച്ച് വേണേ പോകാൻ. 1/2 നമ്മൾ ഹാഫ് എന്ന് പറയുന്നു, 1/4 നമ്മൾ ക്വാർട്ടർ അല്ലെങ്കിൽ കാൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3/4 നമ്മൾ 3 ക്വാർട്ടർ അല്ലെങ്കിൽ മുക്കാൽ എന്നാണ് കേട്ടോ. എന്താണ്, അര, കാല്, മുക്കാല്, ഇതൊക്കെ മലയാളം മീഡിയക്കാർ അറിഞ്ഞിരിക്കണം. ഹാഫ് എന്ന് വെച്ചാൽ പകുതി, ക്വാർട്ടർ എന്ന് വെച്ചാൽ 4ൽ 1. എന്താ ഈ 4ൽ 1? ഇപ്പം ഹാഫ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഇതൊരു ഉണ്ടേ മീൻസ് ഒരു പപ്പടമോ ചപ്പാത്തിയോ അല്ലെ വട്ടത്തിരിക്കുന്ന എന്തെങ്കിലും, ഇതിൻ്റെ നേർപകുതിക്കല്ലേ ഹാഫ് എന്ന് പറയുന്നത്. നേർപകുതി എന്ന് വെച്ചാൽ ഇത്രയും അല്ലേ, നേർപകുതി. 1/4 എന്ന് വെച്ചാലോ, നമ്മൾ ഇതിനെ എന്താ 4 പാർട്ടായിട്ട് അങ്ങ് മുറിച്ചിട്ട് കേട്ടോ, 4ൽ 1, 4ൽ 1 ഭാഗം. മനസ്സിലായോ? മുക്കാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ എത്രയാണോ, വരയ്ക്ക് താഴെ എത്രയാണോ കിടക്കുന്നത് അത്രയും പീസായിട്ട് മുറിക്കണം. വരയ്ക്ക് താഴെ 4 ആയപ്പോൾ 4 പീസ്. വരയ്ക്ക് മുകളിൽ എത്രയാണോ അത്രയും എണ്ണത്തിന് കളറും കൊടുക്കണം. അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മനസ്സിലായോ? വരയ്ക്ക് താഴെ എത്രയാണോ അത്രയായിട്ട് മുറിക്കുക. 2 ആയതുകൊണ്ട് നമ്മൾ അതിനെ 2 ആയിട്ട് മുറിച്ചു. വരയ്ക്ക് മേളിൽ 1 ആയപ്പം അതിൻ്റെ 1 പീസ് എടുത്തു. മനസ്സിലായോ? വരയ്ക്ക് താഴെ 4, അപ്പം നമ്മൾ 4 പീസായിട്ട് അങ്ങ് മുറിച്ചു. വരയ്ക്ക് മേളിൽ 1 ആയതുകൊണ്ട് 1 പീസ്, അതിനെയാണ് 1/4. ഇവിടെ നോക്കിയേ, 3/4 താഴെ 4 ആണ്. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 4 ആയതുകൊണ്ട് നമ്മൾ 4 ആയിട്ട് അതിനെ മുറിച്ചു. വരയ്ക്ക് മേളിൽ 3 ആയതുകൊണ്ട് അതിൻ്റെ 3 പാർട്ട്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെയാണോ? അതുപോലെ തന്നെ നോക്കിക്കേ, ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഹാഫ്, അര. 1/2 + 1/2 = നിങ്ങൾ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ തന്ന ഡിനോമിനേറ്റർ രണ്ടും ഒരുപോലെയാണെങ്കിൽ നോക്കണേ, നല്ലപോലെ നോക്കിപ്പോണേ. താഴെ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇനി ഞാൻ താഴെ മുകളിൽ നിന്ന് പറയാം. താഴെ തരുന്നത് ഡിനോമിനേറ്ററും മുകളിൽ തരുന്നത് ന്യൂമറേറ്ററുമാണ്. താഴെ തരുന്നത് ഛേദവും മുകളിൽ തരുന്നത് അംശവുമാണ്. ഇനി നമ്മൾ എപ്പോഴും അങ്ങനെ പറയണ്ട, താഴെ മുകളിൽ നിന്ന് ഞാനങ്ങ് പറയാം. താഴെ തന്നിരിക്കുന്നത് ഒരേ നമ്പർ ആണെങ്കിൽ അത് അതുപോലെ നിങ്ങളങ്ങ് എഴുതി വെച്ചാൽ മതി. അത് തങ്ങളിൽ കൂട്ടണ്ട.
അവിടെ എല്ലാവർക്കും തെറ്റുന്നുണ്ട്, എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്. അത് രണ്ടും കൂടി കൂട്ടി, കാരണം കൂട്ടാനല്ലേ ചോദിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ അത് രണ്ടും കൂടെ കൂട്ടി വെച്ചു. അങ്ങനെ കൂട്ടല്ലേ കുഞ്ഞുങ്ങളെ, കാരണം ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും 2 ആയതുകൊണ്ട് 2നെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. മുകളിൽ തന്ന രണ്ടെണ്ണം അത് ഏതോ ആയിക്കോട്ടെ, ഒരുപോലെ ആയാലും വ്യത്യസ്തമാണെങ്കിലും അത് തങ്ങളിൽ കൂട്ടി വെക്കുക. 1ഉം 1ഉം 2ആണ് കേട്ടോ. 2/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2ൽ 2 എന്ന് വെച്ചാൽ ഫുൾ എന്നാണ്. അതായത് 1 1 2 2 1ആണ്. ഏതൊരു സംഖ്യ എപ്പോഴും ഓർത്തണം. ഇപ്പോൾ 4/4 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1. 8/8 അതിൻ്റെ അർത്ഥം 1, അതായത് 1 8 1 4 4 അല്ലേ. 12/12 അതിൻ്റെ അർത്ഥവും 1. ഏതൊരു സംഖ്യാംശവും ഛേദവും ഒരുപോലെ വന്നാൽ ആൻസർ 1 ആണ്. ഇനി അത് ഓർക്കണേ, മറക്കല്ലേ. ഓരോന്നും സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്, അതുകൊണ്ട് ഒന്നും മറക്കരുത്. ഒരുപോലെ അംശവും ഛേദവും അല്ലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വന്നാൽ ആൻസർ 1 ആണ് കേട്ടല്ലോ. ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരേപോലെ ആയതുകൊണ്ട് അതിനെ അതുപോലെ എഴുതി വെക്കണേ കുഞ്ഞുങ്ങളെ, കൂട്ടി വെക്കല്ലേ കേട്ടോ. അത് അതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് മുകളിൽ തരുന്നതിനെ കൂട്ടി വെക്കുക. മുകളിൽ എത്ര തന്നെ നോക്കി, എത്ര 1 1 2, അപ്പോൾ 1. അപ്പോൾ ഓക്കെ ആയോ. ഇവിടെ നോക്കിയേ, 1/4 + 1/4 താഴെ തന്നിരിക്കുന്ന 2 ഒരുപോലെയാണ്. അപ്പം നമ്മൾ അതിനെ അതുപോലെ അങ്ങ് എഴുതി വെച്ചു. മുകളിൽ തന്നിരിക്കുന്നതൊക്കെ 1 + 1 2ആണ്. മുകളിൽ തരുന്നതിനെ കൂട്ടി വെക്കുക. മനസ്സിലായോ. നോക്കിയേ, 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/4 ആണ് ആൻസർ. ഇനി നമുക്ക് അതിനെ വീണ്ടും ഒന്നുകൂടെ ചെയ്യാം. എന്തോന്നറിയോ, ഈ 2ഉം 4ഉം ഏതിൻ്റെ ടേബിളിൽ വരും, 2ൻ്റെ ടേബിളിൽ വരും അല്ലയോ. 1 2 2 2 2 4. അപ്പം നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. കാരണം ഇതിനെ സിംപ്ലസ്റ്റ് ഫോം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ, ലഘൂകരിക്കുക. സിംപ്ലസ്റ്റ് ഫോം ഏറ്റവും ചെറിയ രീതിയിലോട്ട് മാറ്റുക. 2ഉം 4ഉം ഏതിൻ്റെ ടേബിളിൽ വരും, 2ൻ്റെ ടേബിളിൽ വരും. 1 2 2 വേണമെങ്കിൽ ഇവിടെ 1 2 2 2 2 4. അപ്പോൾ ഏതാ, 1/2 ആണ്. ഓക്കെ ആണോ. കാലും കൂടെ ചേർന്നാൽ അരയാണ്. കാലും കൂടെ ചേർന്ന് ഹാഫും കൂടെ ചേർന്നാൽ അരയാണ് കേട്ടോ. അരയും കൂടെ ചേർന്നാൽ 1/2ഉം 1/2 കൂടെ ചേർന്നാൽ 1 ആണോ കുഞ്ഞുങ്ങളെ. നമ്മളൊരു പടം വരച്ച് കഴിഞ്ഞാൽ ഹാഫും 1 അല്ലേ. ഇനി വരച്ച് കാണിക്കണ്ടല്ലോ. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു 4ൽ 1ആണ്. ആ 4ൽ 1 കൂടെ ചേർന്നാൽ എന്താ, 1/2 ആണ്, അരയാണ്. ഇവിടെ നോക്കിയേ, 4ൽ ഇവിടെ നോക്കിയേ, ബേസ് മീൻസ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 1. ഇത് നോക്കിയാൽ ഇവിടെ എല്ലാം ആരാ വന്നേ, 4 വന്നേ ഇല്ലയോ. എല്ലായിടും ഒരേപോലെയാണ് വന്നത്, 4 4 4 ഒരുപോലെ വന്നാൽ നമ്മുടെ ജോലി അതിനെ അതുപോലെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇനി മുകളിൽ എന്ത് വന്നാലും അത് കൂട്ടി വെക്കുക. എന്തുകൊണ്ടാണ് കൂട്ടുന്നത്, നമ്മളിവിടെ കൂട്ടാനാ പറഞ്ഞതുകൊണ്ട് അല്ലേ, ആഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട്. 1 1 1 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി, 3/4 എന്ന് കിട്ടി. 4ൽ 3 കേട്ടോ. ഇവിടെ നോക്കിക്കേ, 1 + 1 4 മീൻസ് ക്വാർട്ടർ 4 ക്വാർട്ടർ ചേർന്നാൽ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെയുണ്ട്, അത് അതുപോലെ എഴുതി. 1 1 1 1 മൊത്തം 4. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഒരേപോലെയുള്ള സംഖ്യ മുകളിലും താഴെയും വന്നാൽ 1 ആണ്. അതായത് 4-നകത്ത് 4 ഒരു വട്ടം, മീൻസ് ഒരു 4 എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഇത്രയും ഓക്കെയാണോ കുഞ്ഞുങ്ങൾ. ഇതറിയാമെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ. ഹാഫും കൂടെ ചേർന്ന 1 അല്ലേ. നമ്മളൊരു മുട്ടായി ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു മുട്ടായി ഇട്ട് കഴിഞ്ഞാൽ അതിനെ നടുക്ക് വെച്ച് മുറിച്ചാൽ എന്താ, പകുതിയല്ലേ, പകുതിയുടെ ചേർമ്പോഴല്ലേ 1 ആകുന്നത് അല്ലേ. ഇനി അതിനെ നമ്മൾ 4 ഇനി അങ്ങോട്ട് നമ്മൾ പടം വരച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ബേസ് ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ. ഇതറിഞ്ഞെങ്കിലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വരച്ച് അതെന്താണെന്ന് നോക്കാം. ഇത് പഠിച്ചിട്ട് നമുക്ക് ടെസ്റ്റിലോട്ട് കയറാം. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഞാനൊരു മുട്ടായിയാണേ. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡയറി മിൽക്കോ ഏതെങ്കിലും ഒരു മുട്ടായി ഇഷ്ടമുള്ള ഏതെങ്കിലും നിങ്ങളങ്ങ് വിചാരിക്കുക. അതിനെ നേരെ നടുക്ക് വെച്ച് ഞാൻ മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം ഇനി എടുത്തേക്കുക, അല്ലെങ്കിൽ ഒരു ഭാഗം മുറിച്ച് മാറ്റി വെച്ചേക്ക്, കളർ അടിച്ച് വെച്ചിരിക്കുക. അതാ കറക്റ്റ് അല്ലേ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതുമെന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. എത്ര ഭാഗമായിട്ടാണോ നമ്മളതിനെ മുറിച്ചത്, ഓക്കെ 2 അല്ലേ, അത് വേണം എന്ത് കൊടുക്കാൻ, അടിയിൽ കൊടുക്കാൻ. മീൻസ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് കൊടുക്കാൻ. നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. എത്രയായിട്ടാണോ നമ്മൾ മുറിച്ചിരിക്കുന്നത് അത്രയാണ് താഴെ കൊടുക്കേണ്ടത്. എത്രനാണോ നമ്മൾ കളറ് കൊടുത്തത് അല്ലെങ്കിൽ എത്ര ആണോ നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഇവിടെ അല്ലേ, എത്ര ഒരെണ്ണേ ഉള്ളൂ. അപ്പം 1/2 ഇതൊന്ന് മനസ്സിലാക്കണേ കേട്ടോ.
ഇനി നീളത്തിലിരിക്കുന്നത് മാത്രമല്ല വട്ടത്തിലിരിക്കുന്നതിനെയും നമുക്ക് നേർപകുതി എടുത്തുകൂടായോ? ഇവിടെ എത്രയായിട്ടാണ് മുറിച്ചേക്കുന്നത്? 2 നമ്മൾ മുറിച്ചിരിക്കുന്നത്. എത്രനാണ് ഇവിടെ കളർ കൊടുത്തേക്കുന്നത്? 1. അപ്പോൾ നമ്മൾ നീളത്തിനുള്ളതിനെ മാത്രമല്ല കുഞ്ഞുങ്ങളെ വട്ടത്തിലുള്ളതിനെയും പകുതി വെച്ച് എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അങ്ങോട്ടങ്ങോട്ട് നമ്മൾ ചെറുതിൽ നിന്നാണ് വലുതിലോട്ട് പോകുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കി താപ്പോട്ട് വരണം കേട്ടോ. ഇതുവരെ പറഞ്ഞ ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മുട്ടായിയാണ്. നമ്മളതിനെ എന്ത് ചെയ്യുക നോക്കി, മൊത്തം നമ്മുടെ ഇപ്പോൾ ഡയറി മിൽക്ക് എന്താ ഏതെങ്കിലും ഏത് മുട്ടായി കുഞ്ഞുങ്ങളെ, ഏത് മുട്ടായി എടുത്താലും എന്താ അതിനകത്തിലെ കട്ടയായിട്ടല്ലേ കിട്ടുന്നത് അല്ലേ? എന്താ കാഡ്ബറിയോ ഏതോ ആയിക്കോട്ടെ, അതിനെ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നോക്കിയേ, മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. മൊത്തം ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 അല്ലേ? മൊത്തം എത്ര ഉണ്ട്? 4 എണ്ണം. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മൊത്തം കൊടുത്തിരിക്കുന്നത് 4 എണ്ണം. ആ 4ൽ ഒരു പീസാണ് അല്ലയോ നിങ്ങളെ? 4ൽ ഒരു പീസാണ് ഇത്. ആ 4 എണ്ണത്തിൽ ഒരു പീസാണിത്, ഇത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിയേ, മൊത്തം എണ്ണം എത്ര ആണോ അത് വേണം ആദ്യം എഴുതാൻ. മൊത്തം എത്ര? 4 എണ്ണം. ഈ 4 വന്ന എങ്ങനെയാണെന്നറിയാലോ? 1 2 3 4. ഇതിൽ എത്ര ആണ് നമ്മൾ കളർ അടിച്ചേക്കുന്നത്? 4ൽ ഇത് 2 കളർ അടിച്ചേക്കും അല്ലേ? എത്ര ഭാഗമാണ്? 4ൽ 2 ഭാഗം നമ്മൾ കളർ അടിച്ച് വെച്ചിരിക്കുക അല്ലേ? ഈ 4ൽ 2 ഭാഗത്തിനെ നമുക്കിനി എപ്പോഴും നിങ്ങൾ ഈ കണക്കിനകത്തിൽ എന്തറിയോ, സിംപിളസ്റ്റ് ഫോമിലോട്ട് അങ്ങ് മാറ്റിക്കോണേ നിങ്ങൾ കേട്ടോ. സിംപിളസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ രീതിയിലോട്ട് കേട്ടോ. ഇപ്പോൾ 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ ഇത് 2 വരും അല്ലേ കുഞ്ഞുങ്ങളെ? 2 × 1 ആണ് 2, പിന്നോ 2 × 2 ആണ് ഏതാ? 4. അപ്പോൾ ഇതിനകത്തിൽ ഇതാണ് ഈ 2. ഏത് ടേബിളാണോ എടുക്കുന്നത് അതല്ല നമ്മൾ എടുക്കുന്നത്, കിട്ടിയ സംഖ്യ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ 1/2. ഇങ്ങനെയൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയല്ല കൊച്ചു പിള്ളേരോട് പറയുന്നതാണ്. ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഏതിൻ്റെ ടേബിളിൽ വരും എന്നൊന്ന് കാണിക്കാനാണ്. അപ്പോൾ ബാക്കി നമുക്ക് 1/2, അതായത് ഇതിൻ്റെ ചെറിയ ഫോം ഇതാണ്. നിങ്ങളിങ്ങനൊന്നും എഴുതരുത് കേട്ടോ. അത് നമുക്ക് ആൻസർ ഇങ്ങനെ 1/2 എന്ന് കാണിച്ചാൽ മതി. എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കി തന്നതാണ്. മനസ്സിലായോ? ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലാക്കി പോണേ. ഇവിടെ എത്ര പാർട്ടുണ്ട്? 1 2 3 4. മൊത്തം എണ്ണത്തിനെ താഴെ ഇടുക. എത്രനാണോ ഷെയ്ഡ് ചെയ്തത് അത് മേളിൽ കൊടുക്കുക കേട്ടോ. ഇവിടെ നോക്കിക്കേ, തുല്യമായിട്ട് നമ്മൾ 4 പാർട്ടായിട്ട് വീതിച്ചു അല്ലേ? 4ആയിട്ട് അങ്ങ് മുറിച്ചു. അപ്പം എത്ര എണ്ണമായി? 1 2 3 4. ആ എത്ര എണ്ണമാണോ അതാണ് താഴെ കൊടുക്കേണ്ടത്. എത്രനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 2. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണെന്ന് അല്ലേ? ഇല്ലയോ? എന്ന് വെച്ചാൽ 1 2 2 2 2. ഇനി നിങ്ങൾ കുറേ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതാണെന്ന് കേട്ടോ. ഇപ്പം പിടികിട്ടിയോ? ഇനി അടുത്ത് നോക്കിക്കേ, മൊത്തം എണ്ണം എത്ര ഉണ്ടെന്ന് നോക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. മൊത്തം 12 ഉണ്ടെന്ന്. അപ്പം മൊത്തം എണ്ണമാണ് താഴെ എഴുതേണ്ടത്. മറക്കല്ലേ, മൊത്തം എണ്ണമാണ് താഴെ എഴുതേണ്ടത്. എത്രയാണ് ഇവിടെ? 12 കേട്ടോ. മൊത്തം എണ്ണം 12. ഓക്കെ, എത്രനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ 6 എണ്ണം വരെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? 1 മുതൽ 6 വരെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി നോക്കിയേ, ഈ 6/12നെ നമ്മളെന്താ സിംപിളസ്റ്റ് ഫോമിലോട്ട് മാറ്റി, ചെറിയ ഇതിലോട്ട് മാറ്റുക. 6ഉം 12ഉം ഏതിൻ്റെ ടേബിളിൽ വരും? അഥവാ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പകുതി വെച്ചെങ്കിലും ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഈ ടേബിൾ അറിയത്തില്ല, ടേബിൾ അറിയാൻ വയ്യാത്തവരും കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പകുതി വെച്ചെങ്കിലും അങ്ങ് ചെയ്യണം. അപ്പോൾ 6ൻ്റെ പകുതി എത്ര? 3 അല്ലേ? 12ൻ്റെ പകുതി എത്ര? 6. ഇനി നോക്കിയേ, 3ഉം 6ഉം ഏതിൻ്റെ ടേബിളിൽ വരും? 3ൻ്റെ ടേബിളിൽ വരും അല്ലേ? 1 3 3 ഏതാ? 2 3 6. കണ്ട 1/2 എന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആ 1/2 വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആയല്ലോ. ഇനി അടുത്ത്, അതായത് നിങ്ങൾക്ക് ഈ ടേബിൾ ഒറ്റയടിക്ക് വേണമെങ്കിൽ ടേബിൾ അറിയാവുന്നവർക്ക് എഴുതാം. എന്താ? 1 6 6 2 6 12. 6ൻ്റെ ടേബിൾ അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോഴേ 1 6 6 2 6 12 ആണെന്ന് അറിയാൻ പറ്റും. ഇനി ടേബിൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പകുതി കണ്ട് എഴുതുക എന്ന് പറഞ്ഞത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും അതൊക്കെ ഓരോരുത്തരെയും ബുദ്ധിപരമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും അടുത്ത് നോക്കിക്കേ, വേണ്ട ഇത് മൊത്തം എണ്ണം എത്രയുണ്ടെന്ന് നോക്കുക. മൊത്തം നോക്കി, ഇവിടെ 12 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അറിയാൻ വേണ്ടിയാണ്. മൊത്തം എണ്ണം എത്ര നിങ്ങളിവിടെ? 12. അപ്പം എണ്ണമാണ് ആദ്യം കൊടുക്കേണ്ടത്. മൊത്തം എണ്ണം 12. ഇനി എത്രനാണ് ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇവിടെ 1 2 3 4 5 6 എണ്ണത്തിന് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നോക്കി, 6/12. 6/12 എന്ന് കാണുമ്പോഴേ നമുക്കറിയാം എന്താ 6ൻ്റെ ടേബിളിൽ വരും 1 6 6 2 6 12 ആണെന്ന്.
നിങ്ങൾക്കത് സംശയമുണ്ട്. ഇവിടെ വേണേൽ 1 6 6 2 6 12 ഏത് ടേബിളാണോ നമ്മൾ എടുത്തത് അതിനെ അങ്ങ് കട്ട് ചെയ്യുക. ബാക്കി അവിടെ എന്തോ വന്നിട്ടുണ്ട് 1/2 ആണ് വരുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ പകുതി കണ്ട് വേണ്ടവർക്ക് ചെയ്യാം. ഈ ടേബിൾ അറിയാവുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ തലയ്ക്കകത്തിലെ ആൾതാമസം പോലെ ഇരിക്കും കേട്ടോ. ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ മൊത്തം എണ്ണം എത്രയാണോ അത് താഴെ കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രയാണോ മൊത്തം എണ്ണം എടുത്തത് അത് താഴെ കൊടുക്കുക. കളർ ചെയ്ത് എത്രയാണെന്ന് വെച്ചാൽ അതിനെ മേളിൽ കൊടുക്കുക. അതിനെ ലോവസ്റ്റ് ഫോം അല്ലെങ്കിൽ സിംപിളസ്റ്റ് ഫോം അല്ലെങ്കിൽ ചെറിയ രൂപത്തിലോട്ട് മാറ്റുക. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ ആണേ? ഇനി അടുത്ത ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടെസ്റ്റ് ഒന്ന് നോക്കാം. കുഞ്ഞുങ്ങളെ, ഒരു വട്ടത്തെ ഞാൻ പെൻസിൽ വെച്ച് എഴുതാം, പുസ്തകത്തിനകത്തല്ലേ. ഭാഗക്കണക്കുകൾ അല്ലേ? ടെസ്റ്റ് ഒന്ന് നോക്കണേ. നമുക്ക് ടെസ്റ്റ് കൂടെ നോക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞ രീതി വെച്ച് ഒരു വട്ടം മീൻസ് വട്ടം. കണ്ട് ഈ വട്ടത്തെ അല്ലേ 4 സമഭാഗങ്ങളാക്കിയാൽ, അതായത് കണ്ടിങ്ങനെ 4ആയിട്ട് മാറ്റിയാൽ, നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണേ. നല്ലപോലെ ഒരു വട്ടത്തെ 4 സമഭാഗങ്ങളാക്കിയാൽ, 4ആയിട്ട് ഞാൻ വട്ടമൊന്നും കറക്റ്റ് അല്ല എന്നാലും നമുക്കറിയാം അല്ലേ. 4 സമഭാഗങ്ങളാക്കിയാൽ 2 എണ്ണം ചേർത്ത് വെച്ചാൽ പകുതി വട്ടമായില്ലേ? നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതല്ലേ 1 2 എണ്ണം ചേർത്ത് വെച്ചാൽ അല്ലേ, ഈ 2 എണ്ണം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ പകുതിയായില്ലേ? ഈ 2 എണ്ണവും കൂടെ ആയപ്പം ഫുള്ളായില്ലേ? അതാ ചോദിച്ചത്. ഇതൊരു വട്ടമാണ്, മീൻസ് സർക്കിളാണ്, വൃത്തമാണ് അല്ലേ. വട്ടത്തിലെ 4 എണ്ണം തുല്യമായിട്ട് നമ്മൾ നേരെ നടുക്കൂടി ഇങ്ങനെ മുറിച്ചാൽ ഇത് ഇത്രയും ഭാഗം എന്താ? പകുതിയാണ് അല്ലേ. ഇത് ഇത്രയും പകുതിയാണ്, ഇതും പകുതി. ഈ 2 പകുതിയുടെ ചേരുമ്പോഴാണ് ഒരു ഫുള്ള് വരുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ 4ആയിട്ട് മുറിച്ചത് അല്ലേ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതായത് നമ്മൾ പറഞ്ഞായിരുന്നു 1/4 എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 1/4 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ഞാനിപ്പോൾ പറഞ്ഞതാണ്. കാൽ അല്ലേ, അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷുകാർക്ക് ക്വാർട്ടറാണ് അല്ലേ. അതായത് കാൽവട്ടത്തിനോട് കാൽവട്ടം ചേർത്താൽ, ശരിയാണല്ലോ. ഇതെന്താ? ഇത് 1/4 ആണ് അല്ലേ, 4/1 ഇതും 4/1 അല്ലേ. അതാ ഉദ്ദേശിച്ചത്. ഈ 4/1 അല്ലയോ നിങ്ങളെ, ഈ 4/1 കൂടെ ചേർന്നപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു വൃത്തത്തിനെ നമ്മൾ 4ആയിട്ട് മുറിച്ചു. 4ആയിട്ട് മുറിച്ചതിൻ്റെ അർത്ഥം എന്താ? ഇത് 4/1 ഭാഗമാണ്, ഇത് 4/1 ഭാഗമാണ്, ഇതും 4/1 ഭാഗമാണ്, ഇതും 4/1 ഭാഗമാണ് ആണല്ലോ. അതിനകത്തിൽ നമ്മൾ എന്തോ ചെയ്യണം? ഈ ഈ 4/1 കുഞ്ഞുങ്ങളെ അതിൻ്റെ നാട് ഇവിടെ വെച്ച് ഞാൻ അങ്ങ് മായ്ക്കുക. ഇവിടെ വെച്ച് മായ്ച്ചെന്ന് വെച്ചു, ഇത്രയും അങ്ങ് മായ്ച്ചു. മായ്ച്ച് കളഞ്ഞപ്പോൾ ബാക്കി എന്തോ ബാക്കി വന്നതാണ് ഈ 4/1 അധികം 4/1 = എന്താ? മുമ്പ് നമ്മൾ ചെയ്തതാ. എന്താ താഴെ വന്നേക്കുന്ന നോക്കിയേ, ഒരേപോലെയല്ലേ? കണക്കിലോട്ട് കയറുമ്പോൾ ഓർത്തോടെ മുമ്പ് പഠിച്ചത്. താഴെ നോക്കിയേ, 2 ഒരുപോലെയാണ്. ഇത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 4/1 അധികം 4/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതാ. എന്താ? താഴെ കിടക്കുന്ന, അതായത് ഡിനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ അത് അതുപോലെ എഴുതുക. വെളിയിൽ കിടക്കുന്ന കൂട്ടിയാൽ മതി. 1 1 2 കണ്ട 2. ഇനി 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ? 2ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ. 1 2 2 എന്നാലോ 2 2 4 ഒരേ ടേബിൾ ഇതല്ലേ വന്നേ. അപ്പോൾ ഇത് വെട്ടിപ്പോയാൽ ബാക്കി ആരുണ്ട്? 1/2. ഇതാണ് സംഭവം കേട്ടോ. ഇത് എങ്ങനെയാണ് വന്നത്? ഞാൻ ഈ ടെസ്റ്റ് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ആ 1/2 എവിടെ നിന്ന് വന്നെന്ന് ഡൗട്ട് വന്നില്ലേ? കാരണം എന്താ? നിങ്ങൾ വിചാരിക്കും 4 4 8 1 1 2 2/8 വരത്തില്ലേ നിങ്ങളുടെ രീതി പറഞ്ഞാൽ അല്ലേ? കാരണം കൂട്ടുമല്ലേ. പക്ഷെ അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിനെ അതുപോലെ തന്നെ എഴുതി വെക്കണം കേട്ടോ. അതുപോലെ ഇപ്പം നമ്മൾ കുറേ ചെയ്തില്ലേ, അതുപോലെ തന്നെ എഴുതി വെക്കുക കേട്ടോ. മുകളിൽ തരുന്ന മാത്രം കൂട്ടുക. അപ്പം നമുക്ക് 2/4 കിട്ടി. 2/4 എന്ന് എഴുതിയാലും ശരിയാ, പക്ഷേ നമ്മളതിനെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ചെറിയ രൂപത്തിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന് നോക്കുക. 2ഉം 4ഉം 2ൻ്റെ ടേബിളിൽ വരും. അപ്പം നമുക്ക് എന്താ ബാക്കി? 1/2 ആണ് ആൻസർ. അങ്ങനെ അവിടെ 1/2 വന്നേ. ഓക്കെ ആണോ? ഇനി ഒരു വട്ടം വരച്ച് 6 സമഭാഗങ്ങളാക്കിയാൽ അതിനെ അടയാളപ്പെടുത്താൻ നമ്മുടെ ജോലി എന്താ? മൊത്തം എത്രയുണ്ടെന്ന് എഴുതുക. മൊത്തം എത്ര ഉണ്ട് നിങ്ങളിവിടെ? 1 2 3 4 5 6. അപ്പം നമ്മൾ അതിനെ 6 എന്ന് എഴുതുക. ഇനി എത്രനാണ് നമ്മൾ നിറം കൊടുത്തത്? 1. അപ്പോൾ 6/1 അത്ര എഴുതിയാൽ മതി. ഒരു വട്ടം വരച്ച് 6 സമഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, ഒരു ഭാഗത്തിന് നിറം കൊടുക്കുക. ഒരു ഭാഗത്തിന് അവർ നിറം കൊടുത്തിട്ടുണ്ട്. എത്രണ്ട്? 6/1 ഭാഗം. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്തിന് കൂടി നിറം കൊടുത്താലോ? മൊത്തം എത്ര ഉണ്ട് കുഞ്ഞുങ്ങളിവിടെ? 6 ഉണ്ട് അല്ലേ. നമ്മൾ എണ്ണിയായിരുന്നു 6 ഉണ്ട്. എത്രനാ ഷെയ്ഡ് ചെയ്ത്? 2 എണ്ണത്തിനാണ്.
ഇല്ലേ? അപ്പോൾ നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റത്തില്ലോ. നിങ്ങൾ എന്താ 2 6 ഏതിൻ്റെ ടേബിളിൽ വരും? 2ൻ്റെ ടേബിളിൽ വരും അല്ലേ? 1 2 2 പിന്നെ 3 2 6 ഇല്ലേ? അപ്പോൾ ഒരേപോലെ വന്ന ടേബിളിനെ ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പ വഴിയാണ്. പിന്നെ ആരുണ്ട്? 1/3 ആണ്. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതുന്നത് ശരിയാണ്, പക്ഷേ ഇതിനെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റി എഴുതുന്നതാണ് നല്ലത് കേട്ടോ. ഈ നിങ്ങൾ ഏത് ടേബിളാണോ എടുക്കുന്നത് ഇങ്ങനെ അങ്ങ് വെട്ടിയാൽ ബാക്കി എന്തോ വരുന്നോ അത് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമാണ് ചെയ്യാൻ. ഒരു ഓക്കെ ആണോ നിങ്ങൾ നിറം കൊടുക്കുക? അപ്പോൾ അത്രയാണ്. പിന്നെ അടുത്ത ഇപ്പോൾ വട്ടത്തിൻ്റെ 2/6 ഭാഗത്തിന് നിറമായി 2/6 ഭാഗത്തിന് നിറമായി. ഇവിടെ 2/6 എന്നത് 1/3ൻ്റെ വേറൊരു രൂപമല്ലേ എന്നാണ് പറയുന്നത്. ഈ കാര്യം ഒരു തുകയായിട്ട് എങ്ങനെ എഴുതാം നോക്കൂ. ഇവിടെ 1/6 പ്ലസ് 1/6 എന്ന് വെച്ചാൽ എത്ര? 2/6. കാരണം എന്താ? ബേസ് രണ്ടും ഒരുപോലെയാണ് അല്ലേ? 6 1 1 2. അപ്പം 2/6 എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതാണ് അല്ലേ? ഏതിൻ്റെ ടേബിളിലാണ് വരുന്നത്? 2ൻ്റെ വരും. 1 2 2 3 2 6 കേട്ടോ. ഇനി വട്ടത്തെ 8 സമഭാഗങ്ങളാക്കിയാൽ 2 ചേർത്ത് വെച്ചാൽ ആകെ എത്ര ഭാഗമാകുമെന്ന് മനക്കണക്കായിട്ട് പറയാമോ? 8 സമഭാഗങ്ങളിൽ 2 എടുത്താൽ 2/8 മാത്രവുമല്ല, പിന്നെയോ അതിവിടെ ചെയ്ത് വെച്ചിട്ട് 2/8 അല്ലേ? 2/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിൻ്റെ ടേബിളിലാണ് വരുന്നതെന്ന് നോക്കിയോ നിങ്ങൾ? 2ൻ്റെ വരും അല്ലേ? അപ്പോൾ നമ്മൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 1/4. നിങ്ങൾ ആ ഏത് ടേബിളാണോ എടുക്കുന്നത്, നിങ്ങൾ ആ ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടല്ലോ അതങ്ങ് വെട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതേ കണക്ക് നമ്മൾ കുറേ ചെയ്തു പടം വരച്ച് കേട്ടോ. ഇതിനെക്കുറിച്ച് നമുക്ക് ഇത് കുറച്ചുകൂടെ ഇതായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയേ നോക്കണേ. ഇവിടെ നോക്കണമെങ്കിൽ ഇതിപ്പോൾ ഒരു വട്ടമാണ് അല്ലേ? ഇതിനെ മൊത്തം എത്ര പാർട്ടുണ്ടെന്നാണ് ബ്ലൂ കളർ എന്ന് വെച്ചാൽ നീല. അതായത് ആകെ മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കുക. എത്ര ഉണ്ടോ നിങ്ങളിവിടെ? 1 2 3 4 5 6 7 8. മൊത്തം എണ്ണത്തിനെ താഴെ കൊടുക്കുക. ബ്ലൂ കളർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര? ഒരെണ്ണമാണ്. അപ്പോൾ ബ്ലൂ 1/8. മനസ്സിലായോ? ഇനി റെഡ് എത്ര ഉണ്ടെന്ന് നോക്കുക. റെഡ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അത് എത്ര എണ്ണത്തിലാണ്? 8ൽ ഒരെണ്ണമാണ് റെഡ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? ടോട്ടൽ കാണാൻ എന്തോ ചെയ്യണമെന്ന്. ടോട്ടൽ കാണാൻ എങ്ങനെയാണ് നിങ്ങളെ ചെയ്യേണ്ടത്? ഇവിടെ എന്ന് വെച്ചാൽ നീല പ്ലസ് ചുവപ്പ് അല്ലേ? 1/8 പ്ലസ് 1/8. ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ ഒരുപോലെ ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. 8 1 1 2. ഈ 2/8നെ വീണ്ടും നമുക്ക് ചെറുതാക്കി കൂടായോ നിങ്ങളെ? എന്താ 2/8? 2ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ? 1 2 2 പിന്നെ 4 2 8 അല്ലേ? ഞാൻ പറഞ്ഞു ടേബിൾ ഏതാണെന്ന് വെച്ചാൽ അത് വെട്ടിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതാ? 1/4 എന്ന് എഴുതാം. അപ്പോൾ ആ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഒന്ന് നോക്കിയേ. നമ്മുടെ ജോലി ആകെ മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കുക. മൊത്തം ഇവിടെയും 8 എണ്ണമാണ് അല്ലേ? അതിനകത്തിൽ ബ്ലൂ കളർ ഞാൻ ഈ എഴുതിയത് ഈ കളർ നോക്കല്ലേ നിങ്ങളെ? ബ്ലൂ എന്ന് വെച്ചാൽ നീലയാണ് കേട്ടോ. നീല ഇവിടെ എത്ര എണ്ണം ഉണ്ട്? നീല എത്ര? 2 എണ്ണം. നോക്കി ഇവിടെ 1 2 എണ്ണമാണ് നീല. ഇവിടെ ഗ്രീൻ എത്ര ഉണ്ട്? ഗ്രീന് അതും 2 എണ്ണം ഉണ്ട്. 8ൽ 2. ഇവിടെ നോക്കിക്കേ, ബേസ് രണ്ടും അതായത് ഇത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് അത് അതുപോലെ എഴുതി വെക്കുക കേട്ടോ. 2 2 4. ഇതിനെ നമുക്ക് ചെറുതാക്കാം. എന്താണെന്നറിയോ? 4 8 2ൻ്റെ ടേബിളിൽ വരും അല്ലേ? എങ്ങനെ എഴുതാം? 2 2 4 4 2 8. അപ്പോൾ ഈ 2 പോയി കഴിഞ്ഞാൽ ബാക്കി 2/4 എന്ന് വരും. നോക്കിയോ നിങ്ങൾ? ആ 2/4 വീണ്ടും ചെറുതാക്കാം. ഏതാ? 2 4 2ൻ്റെ ടേബിളിൽ 1 2 2 2 2 4. അപ്പോൾ 1/2 എന്നാണ് അതിൻ്റെ ആൻസർ കേട്ടോ. മനസ്സിലാക്കണേ. ഏതിൻ്റെ ടേബിളിൽ വരുന്നോ അതിനെ ചെറുതാക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കിയേ, മൊത്തം എത്ര ഉണ്ട്? 4 1 2 3 4 എണ്ണം അല്ലേ? 4 എണ്ണത്തിൽ പച്ച എത്ര ഉണ്ട്? 4ൽ 1 ഭാഗം. ഇനി റെഡ് ചുവപ്പ് എത്ര ഉണ്ട്? 4ൽ 1 ഭാഗം. പിന്നെ യെല്ലോ എത്ര ഉണ്ട്? 4ൽ 1 ഭാഗം. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ 4ൽ 1 അതായത് 1/4 1/5 1/4 1/4 4ൽ 1 4ൽ 1 4ൽ 1. നമ്മുടെ ഇതിൻ്റെ എല്ലാം ഒരേപോലെയല്ലേ?
ഒരേപോലെയാണെങ്കിൽ അത് അതുപോലെ എഴുതി വെക്കുക. അല്ലാതെ 4 4 8 4 12 എന്ന് എഴുതി വെക്കല്ലേ. ഒരേപോലെയാണെങ്കിൽ അത് അതുപോലെ എഴുതി വെക്കുക. മേളിലത്തെ എല്ലാം കൂടെ കൂട്ടും. 1 1 1 മൊത്തം 3. അപ്പം 4 3. മനസ്സിലായോ? ഇതറിയാമെങ്കിൽ ഇനി നമുക്ക് പറ്റും. നിങ്ങൾ ഈ കളർ നോക്കി ഇതിൽ എഴുതല്ലേ. ഇത് ഞാൻ ചുമ്മാതെ എന്ന് വെച്ചാൽ ഗ്രീന് റെഡ് യെല്ലോ അല്ലേ, പേര് നോക്കണേ. അല്ലാതെ എഴുതിയ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എന്താ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഇത് കളർ ചെയ്തൊന്ന് എഴുതി വെച്ചതാണ് കേട്ടോ. നിങ്ങളത് നോക്കല്ലേ കേട്ടോ. നോക്കിയേ, ഇനി നീളമുള്ള ഒരു നാട എടുത്തിട്ട് അതിൽ 9 സമഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തുക. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു നാട മീൻസ് ഒരു എന്താ റോപ്പെന്നോ കേട്ടോ. അത് നോക്കിയിട്ട് ഇത്രയും 9 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7 8 9 അല്ലേ. ഇതിൽ 2 ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുക. എന്താ നിങ്ങളെ, ഇതൊരു റോപ്പ. ഇതിൽ അപ്പോൾ എത്ര 2 ഭാഗങ്ങൾ, 9ൽ 2 ഭാഗങ്ങൾക്ക് നിറം കൊടുത്തു അല്ലേ. ഇനി 4 ഭാഗങ്ങൾക്ക് കൂടി നിറം കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, 4 ഭാഗങ്ങൾക്ക് കൂടി വീണ്ടും കൊടുത്തു. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 അല്ലേ. ഇപ്പോൾ എത്രയായി? 6 എണ്ണത്തിന് നിറമായി എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ആണല്ലോ. ആദ്യം 2 എണ്ണത്തിന് കൊടുത്തു, പിന്നെന്താ ഇവിടെ മുതൽ ഇവിടെ വരെ പിന്നെ കൊടുത്തു. അപ്പം മൊത്തം 6 എണ്ണത്തിനും കൂടെ കൊടുത്തു. മറ്റൊരു രീതിയിൽ പറയാം, ആദ്യം നിറം കൊടുത്ത നാടയുടെ അതേതാണ്ട് നമ്മൾ എഴുതിയായിരുന്നു അല്ലേ, 2/9 ഭാഗം. രണ്ടാമത് നിറം കൊടുത്തത് 4/9 ഭാഗം. അപ്പോൾ ആകെ നിറം കൊടുത്തത് ഇതാവും. നിങ്ങൾ ഇതാ സംഭവം. നമുക്കിത് കാണുമ്പോൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും. 2/9 ആദ്യം നിറം കൊടുത്തത്, പിന്നെ ഏതാ 4/9. അപ്പോൾ നമുക്ക് എത്ര? ബേസ് 2 മീൻസ് ഡിനോമിനേറ്റർ 2 ഒരുപോലെയാണ്. അതിനെ അതുപോലെ എഴുതുക. 4 2 6. ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കരുതോ? എന്താ 3ൻ്റെ ടേബിളിൽ വരും 6 9 അല്ലേ. എത്ര? 3 2 ആണ് 6, എത്ര 3 ആണ് 9. അപ്പോൾ 2/3 എന്ന് വരും. എങ്ങനെയാണ് വന്നത്? 3 2 ആണ് 6, 3 3 ആണ് 9. നമ്മൾ ഈ ടേബിളിനെ വെട്ടിക്കളഞ്ഞാൽ 2/3 ആണ് അവിടുത്തെ ആൻസർ. മനസ്സിലായോ? അതിവിടെ ചെയ്തിട്ടുണ്ട്. 2/3 വരും. നമ്മൾ ആദ്യമേ അതൊക്കെ കുറേ പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. 2/3 മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ ചുവന്ന നിറം കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ എത്ര ഭാഗത്തിനാണ്? ഒരു ഭാഗം അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ ജോലി എന്താ? മൊത്തം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. നമ്മുടെ ജോലി എന്താവും നിങ്ങളെ? മൊത്തം എണ്ണം. ചുവന്ന നിറം കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ്. പച്ച നിറമോ? 1 2 3 4 5. അപ്പം 5/8 കാണാൻ പറ്റുന്നുണ്ടോ? പേന വെച്ചിരുന്നില്ല കുഞ്ഞിലെ, ടെസ്റ്റ് അല്ലേ. നോക്കി കുഞ്ഞിലെ, ചുവന്ന നിറം കൊടുത്തിരിക്കുന്നത് ഒരിടത്തല്ലേ. മൊത്തം എത്ര ഉണ്ട്? 8. 8ൽ ഒരെണ്ണത്തിനാണ് ചുവപ്പ് കൊടുത്തിരിക്കുന്നത്. റെഡ് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് റെഡാണ്. ഗ്രീൻ കൊടുത്തിരിക്കുന്നത്, പച്ച നിറം കൊടുത്തിരിക്കുന്നത് 1 2 3 4 5. 8ൽ 5 ഭാഗത്തിന് ഗ്രീൻ കൊടുത്തു അല്ലേ. ആകെ നിറം കൊടുത്തിരിക്കുന്നത് എത്ര ഭാഗമാണെന്ന് നമുക്ക് ചെയ്യാം. 1/8 പ്ലസ് 5/8 അല്ലേ. എത്ര? 6/8. 5 8 നോക്കണേ നിങ്ങളെ. ബേസ് 2, അതായത് ഇത് 2 ഒരുപോലെയാണെങ്കിൽ കൂട്ടി വെക്കല്ലേ, അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. 8 ആണ്, 5 1 6 ആണ് കേട്ടോ. ഇനി നോക്കി, 6 8 ഏതിൻ്റെ ടേബിളിൽ വരും? അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പകുതി വെച്ചെങ്കിലും എഴുതണം കേട്ടോ. 6ൻ്റെ പകുതി 3 ആണ്, 8ൻ്റെ പകുതി 4 ആണ്. അപ്പം 3/4. അതിനെ ഇനിയും ചെറുതാക്കാൻ പറ്റത്തില്ല. 3നെയൊക്കെ ചെറുതാക്കുമ്പോൾ 1.5 4 2 1.5 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടാം. അപ്പം 3/4 എന്നങ്ങ് എഴുതിയാൽ. ഇതിൽ നിന്ന് കിട്ടുന്ന ഭിന്നസംഖ്യയുടെ തുക എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ? 3/4 ആണ് കേട്ടോ. 3/4. ഇത്രയും സംശയമില്ലല്ലോ. ഇവിടെ കണ്ട ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. 3/4 ആണ്. നമ്മളത് ചെയ്തു. എങ്ങനെയാണ് വന്നതെന്ന് സംശയമൊന്നുമില്ലല്ലോ. അതായത് നോക്കൂ നിങ്ങളെ, ബേസ് 2, ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിനോമിനേറ്റർ 2 ഒരുപോലെയാണെങ്കിൽ അത് അതുപോലെ എഴുതി വെക്കുക. 5 1 6 ആണ്. ഈ 6/8നെ നമ്മൾ എന്താക്കുക? ഇച്ചിരി കഴിയുമ്പം ഇതെങ്ങനെയാണെന്ന് സംശയം തോന്നല്ലേ കുഞ്ഞുങ്ങളെ. 6/8 എന്ന് പറയുന്നത് ഏതിൻ്റെ ടേബിളിൽ വരുമെന്നാ? ഏതിൻ്റെ? നമുക്ക് കാണുമ്പോഴേ അറിയാം 2ൻ്റെ ടേബിളിൽ വരും അല്ലേ. എത്രയാ? എത്ര 2? 3 2 6 ആണ്. പിന്നെ 4 2 8 ആണ്. നമ്മൾ പറഞ്ഞു ഒരേപോലെയുള്ള ടേബിൾ വെട്ടിക്കളഞ്ഞാൽ ബാക്കി 3/4 ആണ്. അപ്പം മനസ്സിലായോ? 3/4. ഇനി അടുത്ത ഇതുപോലെ ചുവടെയുള്ള ചിത്രത്തിൻ്റെ വ്യത്യസ്ത നിറം കൊടുത്ത് എഴുതാൻ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ
ഇവിടെ ആ കണക്കിൻ്റെ ഞാൻ വരച്ച് വെച്ചിരുന്നല്ലേ ടെസ്റ്റിലെ. നോക്കൂ നിങ്ങളിവിടെ മൊത്തം എത്ര ഉണ്ടെന്നാണ് പറഞ്ഞാൽ 8 ഭാഗം അല്ലേ. ഞാനത് ഇവിടെ വരച്ച് നിങ്ങളെ നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, നല്ല മെനക്കേടാ. ക്രയോൺ വെച്ച് സ്കെച്ച് വെച്ചൊക്കെ ഇങ്ങനെ വരയ്ക്കാനേ നമുക്ക് കാണുമ്പോൾ ഇതെന്തോ വലിയ സിമ്പിളാന്ന് നോക്കിയാലും ഇത്ര സമയം എടുത്താണെന്നറിയോ ഞാൻ ഇതൊക്കെ വരച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താ നോക്കിയേ, മൊത്തം എണ്ണം ഇവിടെ നമ്മളോട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 8 എണ്ണമാണ് അല്ലേ. 8ൽ എത്രനാണ് ചുമപ്പ് നോക്കിയേ, 1 അല്ലേ. പച്ച നോക്കൂ നിങ്ങൾ എത്ര, 1 2 3 4 5, 5/8. അപ്പം മൊത്തം 6/8. അപ്പോൾ 6/8 നമ്മൾ എന്തോ ആക്കണം, സിമ്പിളസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ എന്ത് ചെയ്തു, 6 8 ഏതിൻ്റെ ടേബിളിലാണ്, അല്ലെങ്കിൽ പകുതി എടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 എത്ര 4 വരും. പകുതി എടുത്താലും ഇത് വരും കേട്ടോ, 3/4. ഇനി പുസ്തകത്തിലെ നോക്കിക്കേ, പുസ്തകത്തിലെ പേജ് നമ്പർ 50-ാമത്തെ ചോദ്യം കേട്ടോ. ഇങ്ങനെ 50-ാമത്തെ പേജിലെ ചോദ്യമാണ്. നോക്കിയേ, ഇതാണ് പടം കണ്ടോ. പുസ്തകത്തിലെ ബ്ലൂ കളറ് ഇവിടെ ഉണ്ട്. ബ്ലൂ കളറ് അല്ലെ, ബ്ലൂ കളർ എന്ന് വെച്ചാൽ നിറം എന്നാണ് നിങ്ങളെ, നീല കേട്ടോ, നിറം. മലയാളം മീഡിയക്കാരിനി മലയാളം തന്നില്ല എന്ന് പറയില്ലേ. ബ്ലൂ എന്ന് വെച്ചാൽ ഏതാ, നീല നിറം, പച്ച നിറം കേട്ടോ. നീല നിറവും പച്ച നിറവും. നീല ഇവിടെ എത്ര നോക്കിക്കേ, നീല എത്ര ഉണ്ടോ നിങ്ങൾ, മൊത്തം എത്ര ഉണ്ടെന്നാണ് ആദ്യം എഴുതേണ്ടത്. എത്ര, 1 2 3 4 5 6 7 8, മൊത്തം 8. അതിൽ നീല എത്ര ഉണ്ടോ നിങ്ങളെ, 3. ഓക്കെ ആണോ. ഭാഗം അല്ലെങ്കിൽ പാർട്ടെന്ന് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് അല്ലെങ്കിൽ ഭാഗം. മലയാളംകാർക്ക് ഭാഗം, ഇംഗ്ലീഷുകാർക്ക് പാർട്ട്. ഇനി ഗ്രീൻ കളർ എത്ര ഉണ്ട്, 8ൽ 1 ഭാഗമാണ്. അണ്ട ഒരെണ്ണേ ഉള്ളൂ. എന്താ, പാർട്ട് അല്ലെങ്കിൽ ഭാഗം. അങ്ങനെ മൊത്തം അല്ലെങ്കിൽ ആകെ എന്ന് പറഞ്ഞാൽ ശരി, 2 ശരി. ആകെ എത്ര ഉണ്ടോ നോക്കൂ നിങ്ങൾ. ആകെ എത്ര ഭാഗമുണ്ട്, 3/8 പ്ലസ് 1/8 ഈസിക്കൽ ടു 4/8 ആണ് ആൻസർ. ഇനി അവർ പറഞ്ഞ എന്താണെന്നറിയോ, നമുക്ക് 3 ബോക്സ് നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ഉണ്ട്. ഇത് കണ്ടോ, 1 2 3 4 എണ്ണം കണ്ടോ നിങ്ങളെ. അതായത് ഇതാ സംഭവം, 3/8 അധികം 1/8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ഒരുപോലെയാണ്. അപ്പോൾ 8 3 1 4, ഇതാ സംഭവം. ഇനി ഒരു ബോക്സും കൂടെ തന്നെ എന്തോന്നറിയോ, ഇതിനെ സിമ്പിളസ്റ്റ് ഫോമിലോട്ട് മാറ്റാവുന്ന 4ഉം 8ഉം ഏതിൻ്റെ ടേബിളിൽ വരുമെന്ന്. ഏതാ നിങ്ങളെ, 4ൻ്റെ ടേബിളിൽ വരും, 2ൻ്റെ ടേബിളിൽ വരും. ഒറ്റയടിക്ക് 4ൻ്റെ ടേബിൾ അറിയാവുന്നവർക്ക് എന്തോ വരും, 1 4 4 2 4 8 1/2 എന്ന് ലാസ്റ്റ് ആൻസർ വരും. ഇനി അതെല്ലാം അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ച് ചെയ്താലും മതി. എങ്ങനെയാണെന്നറിയോ, ഇപ്പോൾ 4/8 എന്നല്ലേ കിട്ടിയത്, അതിൻ്റെ പകുതി എത്ര നിങ്ങളെ, പകുതി 2/4 അല്ലേ. അതിൻ്റെയും പകുതി 1/2 കണ്ടോ. ഇത് ഒറ്റയടിക്ക് 4ൻ്റെ ടേബിൾ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ പകുതി വെച്ച് ചെയ്താലും മതി. ലാസ്റ്റ് ആൻസർ 1/2 എന്ന് വരും. ഇതാ ടെസ്റ്റിലെ 1-ാമത്തെ പുസ്തകത്തിലെ എക്സർസൈസ് ക്വസ്റ്റ്യനാണ് 1-ാമത്തെ ചോദ്യം. ഓക്കെ ആണോ. അതിൻ്റെ തൊട്ട് താഴെ 2-ാമത്തെ നോക്കിക്കേ, യെല്ലോ അല്ലേ. ഇവിടെ അതുപോലെ തന്നെ കളർ കൊടുത്തിട്ടുണ്ട്. ഞാനത് വിശാലമായിട്ട് എഴുതുന്നില്ല, നിങ്ങളങ്ങ് എഴുതണം കേട്ടോ. മഞ്ഞ എത്ര ഉണ്ട് ഇവിടെ, മൊത്തം 1 2 3 4 5 6 7 8 9 10. 10ൽ 1 ഭാഗം മഞ്ഞ. ഏതാ, മഞ്ഞ അല്ലേ, മഞ്ഞ എന്ന് എഴുതാം. മഞ്ഞ അല്ലെങ്കിൽ യെല്ലോ അല്ലേ. ഇനി 10ൽ 3 ഭാഗമാണ്. മൊത്തം എഴുതിയിട്ടേ എഴുതാവേ, മൊത്തം എണ്ണം താഴെ കൊടുത്തിട്ടേ എല്ലാം എഴുതാവേ. ഏതാ, റെഡ് അല്ലെങ്കിൽ ചുവപ്പ്. ടെസ്റ്റിൽ അതിൻ്റെ ആ കോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് വെച്ച് വേണേൽ എഴുതാൻ. ഇനിയും ചോദിച്ചേക്കുന്ന ആകെ എത്ര ഉണ്ടെന്ന്. ആകെ എത്ര ഉണ്ടോ നിങ്ങളെ നോക്കിയേ, 1/10 പ്ലസ് 3/10 ഈസിക്കൽ ടു 10. 2 ഒരുപോലെ അല്ലേ, അപ്പോൾ അതുപോലെ എഴുതുക. 3 1 4, 4/10. ഇനി അവർ ഒരു ബോക്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇതിനെ സിമ്പിളസ്റ്റ് ആക്കാൻ 4 10 ഏതിൻ്റെയാ, 2ൻ്റെ ടേബിളിൽ വരും അല്ലേ. 4ൻ്റെ പകുതി എത്ര നിങ്ങളെ, 2 ആണ് അല്ലേ. 10ൻ്റെ പകുതി 5 ആണ്. അപ്പോൾ 2/5 ആണ് ഇവിടുത്തെ ആൻസർ. എന്തെങ്കിലും തെറ്റുണ്ടോ, 3 1 4 10, 4ൻ്റെ പകുതി 2. ഓക്കെ, 5നെ ഇനി നമ്മൾ പകുതി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് 2/5 ആണ് അവിടുത്തെ ആൻസർ കേട്ടോ. ഞാൻ എൻ്റെ തൊട്ട് താഴെ അടുത്ത് നോക്കിയേ, പിന്നെ നിറം. ഇവിടെ നോക്കൂ നിങ്ങൾ, മൊത്തം എത്ര ഉണ്ട്, 1 2 3 4 8 അല്ലേ. അപ്പം ഇവിടെ നമുക്ക് അതായത് ആഷ് കളർ, ഒരു വല്ലാത്ത കളറാണ് അല്ലേ. ആ കളറിൻ്റെ പേരെന്താവും നിങ്ങളെ, നിറം. ഞാനിവിടെ
ബ്ലൂ അവിടുത്തെ നമുക്ക്, അതുകൊണ്ട് ബ്ലൂ അല്ല കറക്റ്റ് അതല്ലേ. ബ്ലൂ എന്ന് അങ്ങ് കൊടുക്കാം. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ കളറിലൊന്നും വലിയ കാര്യമില്ല, ബ്ലൂ എന്ന് കൊടുക്കാം. ബ്ലൂ എന്ന് വെച്ചാൽ നീല കേട്ടോ. അത് കറക്റ്റ് നേവി ബ്ലൂ ഇതാണ്. അതെത്ര 1 2 3 ഭാഗം അല്ലേ. അപ്പം മൊത്തം 8 എണ്ണമാണ്, 8ൽ 3 ഭാഗം. ഇനി റെഡോ, റെഡെന്ന് വെച്ചാൽ ചുവപ്പ്. 1 2 അതും എത്ര ഉണ്ട്? 3 ഭാഗം. 8ൽ 3 ഭാഗം കണ്ടോ 8. ഇനി അതിൻ്റെ ടോട്ടൽ അല്ലേ, ആകെ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/8 അധികം 3/8 ഇസിക്കൽ ടു ബേസ് 2 ഒരുപോലെ 8 3 3 6 കണ്ടോ. ഇനി 6/8 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. ഏതാ? 2ൻ്റെ ടേബിളിൽ 6ൻ്റെ പകുതി 3, 8ൻ്റെ പകുതി 4, 4/3 ആൻസർ കേട്ടോ. പകുതി നിങ്ങൾക്ക് ടേബിൾ അറിയത്തില്ലേ, പകുതി വെച്ച് എഴുതാൽ മതി കേട്ടോ. 6ൻ്റെ പകുതി 3, 4. ഇനി ഇതിനെ പകുതി കാണാൻ പറ്റത്തില്ല നിങ്ങൾ കേട്ടോ. ഇനി അടുത്ത നോക്കി, അടുത്ത ബോക്സ് ഉണ്ടേ. മൊത്തം എത്ര ഉണ്ടെന്ന് അറിയാം. ഇതൊരു സ്ക്വയർ അല്ലേ, കറക്റ്റ് നോക്കിയ ഒരു സ്ക്വയറാണ് അല്ലേ, കാരണം ഇങ്ങോട്ടും 4 ഇങ്ങോട്ടും 4. അപ്പോൾ എത്ര എണ്ണം വരും? 4 4 8 8 4 16 അല്ലേ, 16 എണ്ണം വരും. കളറും പാർട്ടും കൊടുത്തേക്കുന്നത് അല്ലേ. ഇവിടെ എത്ര പറഞ്ഞേ? ഗ്രീൻ കളറ് ഇവിടെ ഗ്രീൻ എന്ന് എഴുതിയില്ലേ അല്ലേ, ഇവിടെ കൊടുക്കാം. ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച അല്ലേ, പച്ച കളർ ഇവിടെ എത്ര കൊടുത്തേക്കുന്നത്? 4 5 6 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. മൊത്തം എത്ര ഉണ്ട്? 16. 16ൽ 4 3 7 ഭാഗം ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീന് ഇവിടെ, അതായത് ഇവിടെ 4 ഇവിടെ 3 4 3 7. ഇവിടെ യെല്ലോയോ, ഇവിടെ യെല്ലോ എന്ന് വെച്ചാൽ മഞ്ഞ 1 2 3 4 5 16ൽ 5. അപ്പോൾ ടോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7/16 അധികം 5/16. 16നെ അതുപോലെ തന്നെ എഴുതണം. 7 5 7 8 9 10 11 12 12/16. അത് നമ്മളിവിടെ ടോട്ടൽ എത്രയാണ്? 12/16. അതിവിടെ ബോക്സ് ഇട്ട് എഴുതുന്ന ഏതൊക്കെയായിരുന്നു നിങ്ങളെ, ഏതൊക്കെ തങ്ങളിലാണ് കൂട്ടിയത്? 7/16ഉം 5/16 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 12/16 കിട്ടി. ഇനി ഇതിനെ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ, അതായത് 12/16 അല്ലേ, 12/16 എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി 6/8, അതിൻ്റെയും പകുതി 3/4 കേട്ടോ. ടേബിൾ അറിയത്തില്ലെങ്കിൽ ഒറ്റയടിക്ക്, അല്ലെങ്കിൽ 4 3 12 4 16 അല്ല 4 3 12 4 16 എന്ന് വേണേൽ ഒറ്റയടിക്ക് എഴുതാം. അറിയാൻ വയ്യാത്തൊരു പകുതി വെച്ചെടുത്താൽ മതി. 12/16ൻ്റെ പകുതി, 12ൻ്റെ പകുതി 6, 16ൻ്റെ പകുതി 8, 6ൻ്റെ പകുതി 3, 8ൻ്റെ പകുതി 4. ഇനി ഇതിനെ പറ്റത്തില്ല, അപ്പോൾ 3/4 കേട്ടോ, 3/4. അപ്പോൾ ഇവിടെ വരെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. പാർട്ട് 1 പാർട്ട് 2 നമുക്ക് പിന്നെ ഇടാം. ഇത് ഇത്രയും മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ. ഇത് കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത പാർട്ട് 2 ഇടാൻ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.